എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മൾ ഭഗവാന്റെ കൃപ കൊണ്ട് പ്രഥമ സ്കന്ധത്തിലെ 4 അധ്യായങ്ങൾ ഒന്ന് അർത്ഥവിചാരം ചെയ്ത് ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാൻ അവിടുത്തെ ഒരു കൃപയുണ്ടായി. ഇന്ന് നമ്മളിനിയും 5-ാമത്തെ അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് സൂതൻ കഥ പറഞ്ഞു പോകുന്നതായിട്ട് തന്നെയാണ്. ആ സൂതൻ പറയുന്ന കഥയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് വ്യാസഭഗവാനും ത്രികാലജ്ഞാനിയായിട്ടുള്ള നാരദ മഹർഷിയും തമ്മിലുള്ള ഒരു സംവാദമായിട്ടാണ്. ഇവിടെ സൂതൻ കഥ പറയുമ്പോൾ പറയുകയാണ്, ദേവർഷിയായിട്ടുള്ള യശോനിധിയായിട്ടുള്ള ശ്രീ നാരദ മഹർഷി വ്യാസഭഗവാന്റെ അടുത്ത് എത്തിച്ചേർന്നു. എന്നിട്ട് എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും അറിയാത്തവനെ പോലെ നാരദ മഹർഷി വ്യാസഭഗവാനോട് പറയുകയാണ്, അല്ലയോ പരാശരപുത്രനായിട്ടുള്ള വ്യാസഭഗവാനെ, വ്യാസ, അങ്ങയുടെ ശരീരത്തിനും മനസ്സിനും ജീവനും ഒക്കെ സുഖം തന്നെ അല്ലേ? അറിയേണ്ടുന്നതെല്ലാം അങ്ങ് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തന്നെയുമല്ല, സർവാർത്ഥ പുഷ്കലവും മഹാത്ഭുതവുമായിട്ടുള്ള സാക്ഷാൽ മഹാഭാരതം തന്നെ അങ്ങ് രചിക്കുകയും ചെയ്തിരിക്കുന്നു. ആ പരബ്രഹ്മ തത്വത്തെ അവിടുന്ന് നന്നായി ചിന്തിച്ച് അറിഞ്ഞിരിക്കുന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് തോന്നുന്നു അങ്ങയുടെ ഉള്ളിൽ എന്തോ ഒരു ദുഃഖമുണ്ട് എന്ന്. കൃതാർത്ഥത നശിച്ചവനെ പോലെ ഒരു ദുഃഖമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ദുഃഖിക്കുവാൻ എന്താണ് കാരണം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ കൃതാർത്ഥത നശിച്ചവനെ പോലെ എന്ന് പറയുവാൻ കാരണം നമ്മുടെ ഓരോ കർമ്മവും സഫലമാകുന്നത് ഭഗവത് കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ശ്രീ നാരദ മഹർഷി പറഞ്ഞതുപോലെ സാക്ഷാൽ മഹാഭാരതം രചിച്ചിട്ടും, അതായത് അത്രയും വലിയൊരു ഗ്രന്ഥം രചിക്കുവാൻ എത്രമാത്രം ഭഗവാന്റെ കൃപയുണ്ടാകണമോ, അളവറ്റ അത്രയേറെ കൃപ ഉണ്ടായിട്ടും അങ്ങ് എന്തിനാണ് ദുഃഖിക്കുന്നത്? ഇത്രയും കേട്ടപ്പോൾ വ്യാസഭഗവാൻ മറുപടി പറയുവാൻ ആരംഭിച്ചു. വ്യാസഭഗവാൻ നാരദ മഹർഷിയോട് പറയുകയാണ്, അല്ലയോ നാരദ മഹർഷിയെ, അങ്ങീ പറഞ്ഞ ഗുണങ്ങളെല്ലാം എനിക്കുണ്ട്. എന്നിരുന്നാലും അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ ആത്മാവിന് സന്തോഷം ഒട്ടും അങ്ങോട്ട് പോരാ. അങ്ങ് ബ്രഹ്മസുതനാണ്, അതുപോലെ തന്നെ ഗംഭീരമായ ആശയങ്ങളുള്ളവനാണ്. അതുകൊണ്ട് അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ ഈ ദുഃഖത്തിൻ്റെ അവ്യക്തമായ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പറയാണ്, ആ അവ്യക്തമായ ദുഃഖത്തിൻ്റെ കാരണം അങ്ങ് എനിക്കൊന്ന് പറഞ്ഞു തന്നാലും. അത് ഞാൻ അങ്ങയോട് ചോദിക്കുവാൻ കാരണം, ഗുണത്രയങ്ങളിൽ നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ ഗുണത്രയങ്ങൾ ഏതൊന്നിരിപ്പിടമായിട്ടുണ്ടോ
ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴും നിസ്സംഗനായി സൃഷ്ടിച്ച് പാലിച്ച് ഹനിക്കുന്നതായിട്ടുള്ള ആ പുരാണ പുരുഷനെ ഉപാസിക്കുന്ന അങ്ങേക്ക് എന്താണ് അറിയാതെയായിട്ടുള്ളത്? തന്നെയുമല്ല, അങ്ങാകട്ടെ വായുവിനെ പോലെ അർക്കനെ പോലെ അങ്ങ് ഈ മുപ്പാരിൻ്റെ അകത്തും പുറത്തുമൊക്കെ സഞ്ചരിക്കുന്നവനാണ്. യോഗാദിയിലൊക്കെ ഞാനാകട്ടെ ആ പരാപരബ്രഹ്മത്തിൽ സദാ രമിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള എൻ്റെ പോരായ്മ എന്താണ് എന്ന് അങ്ങൊന്ന് പറഞ്ഞു തന്നാലും. ഇത് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അല്ലയോ വ്യാസ, അങ്ങ് ഒരു വേള ഹരിയുടെ നിർമ്മലമായിട്ടുള്ള കീർത്തിയെ അവിടുന്ന് വർണ്ണിച്ചിട്ടില്ല. ഇതാണ് ആദ്യമേ ഒരു വാക്ക് നാരദ മഹർഷി പറഞ്ഞത്. നോക്കൂ, ജ്ഞാനികളുടെ മഹാത്മാക്കളുടെ ഓരോ വാക്കും അർത്ഥപൂർണമായിട്ടുള്ളതാണ്. ആദ്യമേ പറഞ്ഞു, കൃതജ്ഞത നശിച്ചവനെ പോലെ. ഭഗവത് കാരുണ്യത്താൽ ഇത്രയും ബൃഹത്തായ ഒരു ഗ്രന്ഥം രചിക്കുവാൻ കഴിഞ്ഞിട്ടും കൃതജ്ഞത നശിച്ചവനെ പോലെ എന്തുകൊണ്ട് അങ്ങ് ദുഃഖിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ കൊടുക്കുകയാണ്. അല്ലയോ വ്യാസ, അങ്ങ് ആ ശ്രീഹരി ഭഗവാന്റെ കീർത്തിയെ വീണ്ടും വിധത്തിൽ വർണ്ണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ പ്രീതനുമല്ല. ഒരു പക്ഷേ അത് തന്നെയാവാം അങ്ങയുടെ കുറവ്. അല്ലയോ മുനീശ്വര, അങ്ങിപ്പോൾ ഇത്രയേറെ ഗ്രന്ഥങ്ങൾ രചിച്ചതിലൂടെ അങ്ങ് ധർമാദി കാര്യങ്ങൾ വേണ്ടുവോളം തന്നെ വർണ്ണിച്ചിരിക്കുന്നു, കീർത്തിച്ചിരിക്കുന്നു. പക്ഷെ അത്രമാത്രം പ്രാധാന്യത്തോടു കൂടി അവിടുന്ന് ആ വാസുദേവന്റെ മഹാത്മ്യം വർണ്ണിച്ചിട്ടില്ല മുനീശ്വര. ഈ ജഗത് പവിത്രമായിട്ടുള്ള ആ ശ്രീഹരി ഭഗവാന്റെ കീർത്തി വാഴ്ത്താത്ത ഒരു വചസ്സും ഒരു ചിത്രപഥവും വൃഥാവിലാണ്. അത് വെറും ഒരു കാക്കക്കുളമാണ്. സുരമ്യമായിട്ടുള്ള സ്ഥാനത്ത് വസിക്കുന്ന മാനസഹംസങ്ങൾ ഒന്നും തന്നെയും അവിടെ വാഴുകയുമില്ല. ഇനി അങ്ങ് രചിക്കുന്ന പ്രതിശ്ലോകം അബദ്ധമാണെങ്കിൽ പോലും ആ പുണ്യമായ ഹരിനാമ കീർത്തനം ഏതാണോ ഭക്തർ ഏറ്റുപാടുന്നത്, ആ വാങ്മയം ആർക്കാണ് മുക്തി നൽകാത്തത്? നിർമ്മലമായിട്ടുള്ള ജ്ഞാനം അത് അകർമ്മമാണെങ്കിലും ഭഗവാനെ അത് ഹരിഭക്തി വിഹീനമാണെങ്കിൽ അത് നല്ലതല്ല. അതായത് ഫലേച്ഛയില്ലാതെ ചെയ്യുന്ന കർമ്മമാണെങ്കിൽ പോലും അത് ഈശ്വരാർപ്പണമായി ചെയ്യാത്തതാണെങ്കിൽ അത് ദുഃഖഹേതുകമാണ്. ദീർഘദൃഷ്ടിയും വ്രതസത്യനിഷ്ഠയും സുകീർത്തിയും ഒക്കെ ഉള്ള ഭഗവാനെ അവിടുന്ന് സമാധിയിൽ ആ ത്രിവിക്രമന്റെ ചരിതത്തെ ഗ്രഹിച്ച് അങ്ങ് ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ ബന്ധവിമുക്തനാകുവാനായിട്ട് അങ്ങ് അതിനെ ഉര ചെയ്യുക.
എന്നിട്ടൊരു ഉപദേശവും കൂടി കൊടുക്കുന്നുണ്ട്. ഈശ്വരനിൽ മനസ്സുറയ്ക്കാതെ നാമങ്ങളിലൊക്കെ ഭ്രമിച്ചാൽ ആ മനസ്സ് കാറ്റത്തുലയുന്ന നൗക കണക്കെ ഒരിടത്തും ഉറയ്ക്കുകയില്ല. തുച്ഛമായ കർമ്മങ്ങളിൽ പ്രിയമുള്ളവരോട് ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന കർമ്മവും ധർമ്മത്തിൽ പെടുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ, അത് തെറ്റാണ്. അതല്ല നേരെന്നുള്ളതാകട്ടെ പ്രാകൃതരായിട്ടുള്ള ജനങ്ങൾ അത് ഓർക്കുകയുമില്ല. കർമ്മങ്ങളൊക്കെ കൈവിട്ടവന് മാത്രമേ ആ മഹേശന്റെ ചിതാത്മക സുഖം എന്താണെന്ന് അറിയുവാനും കഴിയൂ. അതുകൊണ്ട് ഗുണാശ്രിതർക്ക് അവിടുന്ന് ഈശ്വര ലീലകളെയൊക്കെ കേൾപ്പിക്കണം. ആ ശ്രീഹരി ഭഗവാന്റെ പാദാംബുജം ഭജിച്ച പക്വതയില്ലാത്തവൻ സ്വധർമ്മം ത്യജിച്ചവൻ നിപതിച്ചു പോയാലും അവന് അമംഗളം വരികയില്ല. ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരുവൻ ഭക്തിയില്ലാത്തവനായാൽ അവന് മുക്തി കൈവരികയില്ല. അപ്പോൾ ധർമ്മത്തേക്കാൾ മുകളിലാണ് ഭക്തി. അങ്ങ് ധർമ്മത്തെയും അധർമ്മത്തെയും ഒക്കെ വേണ്ടുവോളം വിവേചിച്ച് അങ്ങ് രചിച്ചിരിക്കുന്നു. എന്നാൽ ഭക്തിയുടെ മഹത്വത്തെ അങ്ങ് വേണ്ടവണ്ണം കീർത്തിച്ചതുമില്ല. ഇവിടെയാണ് അങ്ങേക്ക് തെറ്റുപറ്റിയത്, അല്ലയോ വ്യാസഭഗവാനെ? അങ്ങ് അറിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് അറിയുക, മേലും കീഴുമൊക്കെ ചുറ്റിയാലും ഏതൊന്നാണോ ലഭ്യമല്ലാത്തത് ആ പദത്തിനു വേണ്ടിയിട്ടാണ് വിജ്ഞന്മാരൊക്കെ ശ്രമിക്കേണ്ടത്. കാലത്തിൻ്റെ ഒഴുക്കിൽ പൂർവാർജിത കർമ്മത്തിൻ്റെ സുഖദുഃഖങ്ങൾ കിട്ടാതെ വരികയില്ല. മുകുന്ദനെ സേവിക്കുന്നവർ അന്യരെ പോലെ ഈ സംസാര ബന്ധത്തിൽ ഒരിക്കലും ഉഴലുകയുമില്ല. ആ മുകുന്ദന്റെ പാദാബ്ജ രസത്തെ നുകർന്ന ഒരാൾ ഒരിക്കലെങ്കിലും അത് അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാൾ അതിൽ നിന്ന് പിന്നെ ഒരിക്കലും വിട്ടുപോവുകയുമില്ല. നമ്മൾ പൂതനയുടെ കഥയിലും അത് തന്നെയാണ് കണ്ടത്. പൂതന തൻ്റെ സ്തനങ്ങളെ നുകരുന്ന ഉണ്ണിയുടെ സാമീപ്യ സുഖം വേണ്ടുവോളം ആസ്വദിച്ചു തുടങ്ങിയപ്പോഴാണ് ആ ഉണ്ണി പൂതനയുടെ പ്രാണനെ കൂടി വലിച്ചെടുക്കുവാൻ തുടങ്ങിയത്. ആ സമയത്ത് ഉണ്ണിയെ ഉപേക്ഷിക്കണമെന്ന് പൂതന വേണ്ടുവോളം ആഗ്രഹിച്ചിട്ടും ഉണ്ണി തന്നെ പിടിച്ച പൂതനയെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. അതായത് നമ്മൾ വിട്ടിട്ടു പോകണമെന്ന് കരുതിയാലും ഭഗവാൻ നമ്മളെ ദൂരെ നിർത്തുകയില്ല, ദൂരേക്ക് പോകാൻ അനുവദിക്കുകയില്ല. അതിനോട് തന്നെ ചേർന്ന് നിൽക്കുവാൻ ഭഗവാൻ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ഈ വിശ്വത്തിൻ്റെ സൃഷ്ടി സ്ഥിതിലയ കാരണനായിട്ടുള്ള സാക്ഷാൽ വിഷ്ണുവും ഈ പ്രപഞ്ചവും അഭിന്നമായിട്ടുള്ള സത്തകളാണ്. ഈ തത്വം അങ്ങേക്ക് നന്നായിട്ട് അറിവുള്ളതാണ്. ഇതൊന്നും ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ട കാര്യവുമില്ല. എന്നിരുന്നാലും ഞാനൊന്ന് ചുരുക്കി ഒന്ന് സൂചിപ്പിച്ചുവെന്ന് മാത്രം. അങ്ങ് ചോദിച്ചില്ലേ അങ്ങയുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? അങ്ങയ്ക്ക് അവ്യക്തമായി നിൽക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ രഹസ്യത്തിൻ്റെ പൊരുൾ അങ്ങയോട് പറഞ്ഞു തന്നുവെന്ന് മാത്രം. ആത്മസ്വരൂപനാണെങ്കിലും ഭവാൻ ഈ ലോകത്തിന് മംഗളമണയ്ക്കുവാനായിട്ടാണ് ഇവിടെ വന്നു പിറന്നത്.
നമുക്കറിയാം വ്യാസഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അംശാവതാരം തന്നെയാണ്. പരാപര മഹർഷിയുടെ അംശമാണെന്ന് ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിക്രമം വർണ്ണിക്കുക. കാരണം പരാപര മഹർഷി എന്ന് പറയുന്നത് തന്നെ അത്രമാത്രം ഭഗവത്പാദ സേവകനാണ്, അത്രമാത്രം ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏതർത്ഥത്തിലും ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുവാനും ആ കീർത്തിയെ വർണ്ണിക്കുവാനും അങ്ങ് യോഗ്യനാണ് എന്നിവിടെ നാരദ മഹർഷി സമർത്ഥിക്കുകയാണ്. സ്വയമേവ ഭഗവാന്റെ അംശാവതാരമാണ്. പരാശര മഹർഷിയുടെ പുത്രനുമാണ്. ഇനി ഇങ്ങനെ ശ്രീഹരിയുടെ ഗുണങ്ങൾ പ്രകീർത്തിക്കുന്നതിലൂടെ എന്ത് കിട്ടും എന്നാണെങ്കിൽ അതും പറഞ്ഞുകൊടുത്തു ശ്രീ നാരദ മഹർഷി. ജ്ഞാനം, തപസ്, അധ്യയനം, ശ്രുതിദാനം ഇവയെല്ലാം ലഭിക്കുന്ന ഉത്തമമായിട്ടുള്ള ഒരു ഫലമാണ് ശ്രീഹരി ഭഗവാന്റെ കീർത്തിയെ അങ്ങ് പ്രകീർത്തിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ടും വ്യാസഭഗവാൻ ഇനിയും അതിൻ്റെ പൊരുൾ വേണ്ട വിധം ഗ്രഹിക്കുവാനായില്ലെങ്കിലോ, അതുകൊണ്ട് തൻ്റെ തന്നെ ഒരു അനുഭവം, തൻ്റെ തന്നെ കഥ ഇവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് വ്യാസഭഗവാന്. തൻ്റെ പൂർവജന്മത്തിൽ, അല്ലയോ വ്യാസഭഗവാനെ, ഞാനൊരു ബ്രാഹ്മണദാസിയിൽ വന്നു പിറന്നു. അങ്ങനെ ബാലനായപ്പോൾ ഒരു വർഷകാലത്ത് ഒരിടത്ത് ഒന്നിച്ചു വസിക്കുന്ന കുറെ മുനിമാരുടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ അങ്ങനെ നിയുക്തനായി. അങ്ങനെ അടങ്ങി മിണ്ടാതെ ഒതുങ്ങി ബാലചാപല്യങ്ങളും കളികളും ഒന്നുമില്ലാതെ സദാ ഞാൻ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നു ആ മുനിമാരുടെ. യോഗികളൊക്കെ കനിഞ്ഞുവെങ്കിലും എനിക്ക് ഒരിക്കൽ മാത്രം അവരുടെ ആ ഒരു ഉച്ഛിഷ്ടം ഭക്ഷിക്കുവാൻ ഉള്ള ഒരു സുഹൃത്തമുണ്ടായി. അങ്ങനെ അവരുടെ ആ മഹാത്മാക്കളുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചതുകൊണ്ട് തന്നെ എൻ്റെ പാപങ്ങളെല്ലാം ഒഴിഞ്ഞ് എൻ്റെ മനസ്സ് തെളിഞ്ഞു. ഇങ്ങനെ ആയിത്തീർന്ന എനിക്കാകട്ടെ ധർമ്മവിശുദ്ധിയും ഉണ്ടായി. അത്ര നാളും അവരോടൊപ്പം അവരുടെ സേവ ചെയ്തിരുന്ന ഞാൻ മനോജ്ഞമായിട്ടുള്ള ആ കൃഷ്ണ കഥാമൃതം ശ്രവിച്ച് അവിടെ തന്നെ അങ്ങനെ അത്ര കാലം കഴിഞ്ഞുകൂടിയത് കൊണ്ട് തന്നെ എനിക്ക് ആ ഭഗവാനിൽ ഏറെ പ്രിയം വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ആ ശ്രീഹരിയിൽ പ്രിയമേറിയേറി എൻ്റെ മനസ്സങ്ങനെ അതിൽ തന്നെ അങ്ങ് ഉറച്ചു കഴിഞ്ഞപ്പോൾ ചിന്മാത്രനായിട്ടുള്ള എന്നിൽ സത്തും അസത്തുമായിട്ടുള്ള ഈ പ്രപഞ്ചവും മായയാൽ കൽപ്പിതമാണ് എന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. വർഷകാലത്തിലും ശരത്തിലും അതുപോലെ ത്രിസന്ധ്യയിലുമൊക്കെ മഹാന്മാരായിട്ടുള്ള അവർ പ്രകീർത്തിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ യശസ് കേട്ട് കേട്ട് എൻ്റെ രജസ് തമോ ഗുണങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന ഭക്തി അങ്ങനെ എന്നിൽ വളരെയേറെ രൂഢമായി. അങ്ങനെ ഭക്തിയും ശ്രദ്ധയും സേവന തൽപരതയും വിനയവും കൊണ്ട് പാപരഹിതനായി തീർന്ന അന്ന് ബാലനായിരുന്ന എന്നിൽ പ്രസന്നരായിട്ട് ആ മാമുനിമാർ അവർ പോകുവാൻ ഭാവിക്കെ അവർക്ക് എന്നിൽ വന്ന മാറ്റത്തെ അവർ കണ്ടറിഞ്ഞിട്ട് ഭഗവത് പ്രോക്തവും ഗുഹ്യതമവുമായിട്ടുള്ള ജ്ഞാനം അവരെനിക്ക് പകർന്നു തന്നു.
എന്നിട്ട് എനിക്ക് ഉപദേശം തന്നു. സർവേശനായിട്ടുള്ള ആ ബ്രഹ്മത്തിൽ അർപ്പിക്കുന്ന കർമ്മം മാത്രമാണ് താപത്രയങ്ങളെ നശിപ്പിക്കുന്ന മരുന്നെന്ന് നീ ധരിക്കണം. ഏതൊന്നുകൊണ്ടാണോ രോഗം നമുക്കുണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ ആ രോഗം ശമിക്കുകയില്ല. എന്നാലോ അത് മരുന്നാക്കി കഴിച്ചാൽ രോഗമുടൻ തന്നെ മാറുകയും ചെയ്യും. നമുക്കറിയാം, പാമ്പ് വിഷത്തിന് മരുന്നായി കൊടുക്കുന്നതും പാമ്പിൻ വിഷം തന്നെയാണ്. പക്ഷേ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും വരുന്ന മാറ്റം, അത് മരുന്നായി കഴിയുമ്പോൾ രോഗം മാറുന്നതുപോലെ അല്ലേ? പാമ്പ് കടിക്കുന്ന വിഷം നമ്മുടെ ഉള്ളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അതേ പാമ്പിൻ വിഷം കൂടുതലെങ്കിൽ പിന്നെ ആ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചുള്ളിൽ കയറ്റുകയല്ല ചെയ്യുന്നത്. ആ വിഷത്തെ മരുന്നാക്കി മാറ്റി അത് കൊടുക്കുമ്പോൾ ആദ്യമേറ്റ വിഷത്തിൻ്റെ സങ്കടങ്ങളും വേദനകളും ഇല്ലാതെയാവുന്നതുപോലെ കർമ്മങ്ങളെ മരുന്നാക്കി മാറ്റി കർമ്മം ചെയ്യുമ്പോൾ അത് കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്നു. എല്ലാ കർമ്മങ്ങളും, സർവകർമ്മങ്ങളും സംസാരഹേതുക്കളാണ്. എന്നാൽ അവ ബ്രഹ്മാർപ്പിതമായി കഴിഞ്ഞാൽ നമ്മളിലെ എല്ലാ കർമ്മബന്ധങ്ങളെയും അവ അറുത്തുമാറ്റുന്നു. ഭഗവത് പ്രീതികരമായിട്ടുള്ള കർമ്മം നമ്മുടെ ഉള്ളില് ഭക്തിയെ വളർത്തുന്നു. ആ ഭക്തിയുക്തമായ കർമ്മം ജ്ഞാനത്തെ സൃഷ്ടിക്കുന്നു. ഇങ്ങനെ ഭഗവത് പ്രോക്തമായിട്ടുള്ള കർമ്മം ചെയ്യുന്നവരാകട്ടെ ഭഗവാന്റെ രൂപത്തെ സദാ സ്മരിക്കുകയും എപ്പോഴും ഭഗവാന്റെ ഗുണങ്ങളെയും നാമങ്ങളെയും ഒക്കെ വാഴ്ത്തുകയും ചെയ്യും. ആ ഭഗവാൻ വാസുദേവനെ ഞാൻ ഇന്നിതാ ധ്യാനിക്കുന്നു, നമിക്കുന്നു. അല്ലയോ പ്രദ്യുമ്ന അനിരുദ്ധ സംഘർഷനുരൂപനായിട്ടുള്ള ഭഗവാനെ, അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു. മൂർത്തിനാമങ്ങളില് അരൂപനായിട്ടുള്ള ആ മന്ത്രമൂർത്തിയെ, യജ്ഞമൂർത്തിയെ ആരാധിക്കുന്നവൻ തന്നെയാണ് വിജ്ഞനായിട്ടുള്ള മനുഷ്യൻ. ഇങ്ങനെ ഭഗവത് പ്രോക്തമായിട്ടുള്ള ഈ നിഷ്ഠ എന്നിൽ കണ്ടിട്ട് സാക്ഷാൽ കേശവൻ എനിക്ക് ഭക്തിയും തദ്വാര ജ്ഞാനവും ഐശ്വര്യങ്ങളും എല്ലാം നൽകി. അതുകൊണ്ട് അല്ലയോ സർവജ്ഞ, എല്ലാം അറിയാവല്ലോ ഭഗവാനെ, വ്യാസഭഗവാനെ, അങ്ങയ്ക്ക് അവിടുന്ന് ആ ഭഗവാന്റെ കീർത്തിയെ വാഴ്ത്തുക. യാതൊന്നാണോ അങ്ങയെ ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്നത്, അങ്ങയുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത്, അത് മുഴുവൻ ശമിച്ചു പോകുവാൻ ഇതേ ഒരു മാർഗമുള്ളൂ. ഇതല്ലാതെ ദുഃഖത്താൽ വലയുന്ന ജനങ്ങളുടെ ക്ലേശങ്ങൾ പോകുവാനും വേറെ വഴിയില്ല. അങ്ങ് തന്നെ സ്വയം മാറിക്കഴിഞ്ഞാൽ അങ്ങ് രചിക്കുന്ന, പിന്നീട് അങ്ങ് പറയുന്ന ഓരോ വാക്കിലും ഭഗവാന്റെ ആ മഹത്വം, ഗുണങ്ങള്, മഹിമ അങ്ങനെ തുള്ളിത്തുളുമ്പി നിൽക്കും. അത് ഈ കലിയുഗത്തിലെ ജനങ്ങളുടെ ദുഃഖത്തെ ആറ്റുവാനും പോരുന്നതായി ഭവിക്കും. അതുകൊണ്ട് വ്യാസഭഗവാനെ, എൻ്റെ ഉള്ളിൽ തോന്നിയത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞ് ഈ ഒരു അധ്യായം അവിടെ കൊണ്ട് നാരദ മഹർഷി വ്യാസഭഗവാന് കൊടുക്കുന്ന ഒരു ഉപദേശ രൂപേണ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വ്യാസനാരദ സംവാദം ഇവിടെ കൊണ്ട് തീരുന്നില്ല. അടുത്ത അധ്യായങ്ങളിൽ നമുക്കത് കാണാം. ഇവിടെ ഇപ്പോൾ ഈ അധ്യായം നാരദ മഹർഷിയുടെ ഉപദേശം കൊണ്ട് നിർത്തുകയാണ് വ്യാസഭഗവാൻ. ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കും ആ ഭഗവാന്റെ
പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.